ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു ഖബറിന്റെ ഞങ്ങളിവിടെ മണലെടുക്കുമ്പോൾ ഖബറിന്റെ മുകളിൽ നിന്നും കിട്ടിയ ഒരു കാര്യമാണ്. കുടം, നമ്മുടെ പഴയ കലം കുടമാണ് ഇത്. ഖബറിന്റെ മുകളിൽ തന്നെയാണ് ഉള്ളത് അത്. പിന്നെ ആ ഒരു കുടത്തിന്റെ മുകളിൽ മറ്റൊരു കുടം കൂടി കയറ്റി വച്ചിരിക്കുകയാണ്. ആ എടുത്ത കുടത്തിനുള്ളിൽ വേറൊരു സാധനം കാണുന്നില്ല ഇങ്ങനെ. ഇത് കണ്ടോ, അതിനകത്തൊരു സാധനം നിറച്ചിരിക്കുന്നത് എന്തെന്നറിയില്ല. ഇതിൻ്റെ അകം മുഴുവൻ കറുത്തിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കുടം കൂടി ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഇതാര് എന്താണെന്ന് അറിയില്ല, കൂടോത്തരമൊന്നും അറിയില്ല, നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഖബറിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ ഈ എടുക്കുന്ന കറി കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ പള്ളിയുടെ ജമാഅത്തികൾ അസർ നമസ്കരിച്ചതിന് ശേഷം അസർ നമസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ എടുത്തതാണ് ഈ സാധനം. പക്ഷേ ഞങ്ങൾക്ക് അതിനെപ്പോൾ അങ്ങനെ ഇത് അറിയില്ല. ഇതിനു മുമ്പായിട്ട് ഞങ്ങളൊന്നും കണ്ടിട്ടുമില്ല. ആരാണ് ഇത്രയും കൂടത്തുറൊന്നും അതും അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഇതിന് മുമ്പായിട്ട് ഇങ്ങനെ ഖബറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വന്നായിട്ട് കാണില്ല. നമ്മുടെ ഒത്തിരി ഖബർ നമ്മൾ മറമാടാനും അതിൻ്റെ പ്രാഥമിക പരിപാടിയൊക്കെ നടത്താനും ഒക്കെ എന്നുമുള്ള ഒരു ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇത് ഞങ്ങളുടെ മൂത്തമ്മയുടെ ഖബറിൻ്റെയും അതുപോലെ തന്നെ ചാച്ചളപ്പാട കാമവീൻ്റെ ഖബറിൻ്റെ ഇടയിലായിട്ടാണ് ഇത് വച്ചിരിക്കുന്നത്. ചാച്ചാളപ്പാട കാമവി എന്ന് പറയുമ്പോൾ നമ്മുടെ സെയ്ദുൽ നാവിദ് മാഷയുടെ ഉമ്മയാണ്. ഇതൊക്കെ ഇവർ അടുത്ത് മരിച്ചാണ്. ഒരു 97 1997 അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ വന്ന് ഇതിപ്പോൾ കൂടോത്തരമൊന്നും അറിയില്ല. ഞങ്ങളിതിൻ്റെ മുമ്പിലൊക്കെ 2 ഭാഗത്തും പൂച്ചൊള്ളി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറേ ദിവസമായിട്ട് വൃത്തിയാക്കി. പിന്നെ വലിയ ഉയരമുള്ള സ്ഥലത്ത് നിന്നും പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി മണലെടുക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് ഇത് കണ്ടത്. പിന്നെ ഞങ്ങൾ ആരെയും നോക്കിയിട്ടില്ല, വേണ്ടപ്പെട്ടവരിൽ നിന്ന് അറിയിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിത് എടുത്ത് വച്ചിരിക്കുകയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ എന്താണെന്നുള്ള അറിയാൻ വേണ്ടി ഇത് സംബന്ധമായി കൊണ്ടുനടക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. കണ്ടോ, 2 കുടം, ഒരു കുടത്തിൻ്റെ മുകളിൽ മറ്റൊരു കുടം കമിഴ്ത്തി വച്ചായിരുന്നു. അതിൻ്റെ അകത്തൊരു സാധനമുണ്ട്. ഇത് കണ്ടോ, എന്താണെന്ന് അറിയില്ല. കണ്ടോ, ഒരു 3 സാധനം കാണുന്നുണ്ട്. പിന്നെ അതെടുത്തോളാം. ആനാ ശുരിയണ്ടേ? ആനാ അപ്പൊ അത് അപ്പൊ ഇത് കണ്ടോ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇത് വച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു സംശയത്തിന് വേണ്ടി ഖബറിന്റെ മുകളിലാണ് വച്ചിരിക്കുന്ന. ആര് വച്ചതെന്ന് അറിയില്ല. ഇതിന് ഇസ്ലാമികപരമായിട്ട് വല്ല പിൻബലവുമുണ്ടോ എന്ന് അതുകൂടി അറിയില്ല. ഏതെങ്കിലും ഇങ്ങനെയുള്ള ഖബറുകൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഖബറിന് താഴെ കിടക്കുന്നവർക്ക് പുണ്യം കിട്ടുമോ എന്ന് അതൊന്നും അറിയില്ല. അപ്പോൾ അത് അറിയാത്തത് കാരണമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ആര് ഇത് ചെയ്താൽ ഈ ഗൂഢോത്തരമാണോ മറ്റോ എന്ന് അറിയാൻ ഇത് വേണ്ടപ്പെട്ടവർക്ക് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഏതായാലും വീഡിയോ ഇവിടെ നിന്ന് ഇത് കണ്ടോ, അതിനകത്തുള്ള മണലും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റുന്നതാണ്. അത് കണ്ടോ, മണൽ മാറ്റും. ആ മണല് ഇവരുടെ അടുത്ത് നിന്നും ആയതാണ്. ഇപ്പം ആ കരി കണ്ടോ, അതിനകത്ത് കരി എടുത്ത് വച്ചിരിക്കുകയാണ്. കണ്ടോ ആ സാധനം നിങ്ങൾ നോക്ക്, ക്ലിയർ ആയിട്ട് നോക്ക്. അതിൻ്റെ മണൽ പോക്കിയപ്പോൾ നിറച്ചും കരിയാണ്. കരിയൊന്നും എന്താണെന്ന് അറിയില്ല, കരി പോലാണ് കാണുന്നത്. ചിരട്ടക്കണലാണോ? അതിനകത്ത് എന്തോ ഒരു സാധനം അത് എടുക്കണ്ട. അപ്പൊ എന്തോ ഒരു സാധനം അതിനകത്തുണ്ട്. കരിയാണ് ഇപ്പം ഇതുള്ളത്. കണ്ടോ, ഈ കരിൻ്റെ അകത്ത് നിന്ന് കട്ടയായിട്ടുള്ളൊരു സാധനമുണ്ട്. ഇതിപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇതെന്താണെന്നുള്ള നാട്ടുകാർക്കൊക്കെ അറിയിക്കണം, ഇതെന്താണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. അത് ഇസ്ലാമികപരമായിട്ട് വല്ല പിൻബലമുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മറവ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.